അങ്ങനെ സെയ്ദ് ബദറും സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. 10 വർഷത്തോളം കാലം ഒന്നിച്ച് ജോലി ചെയ്ത് ഒരുപാട് ഉപദേശങ്ങൾ തന്നും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നും ഒരു അനിയനെ പോലെ ചേർത്ത് നിർത്തിയും കൊണ്ടു നടന്ന എൻ്റെ പ്രിയപ്പെട്ട സെയ്ദ് ബദർ, അങ്ങനെ വേണം പറയാൻ. ഞാൻ ആദ്യമായി ഈ കമ്പനിയിൽ ജോലിക്ക് വരുന്ന ദിവസം എന്നെ ആദ്യമായിട്ട് ജോലിക്ക് പോകാൻ അനുവദിക്കുന്നത് ഈ സെയ്ദ് ബദറിൻ്റെ കീഴിലാണ്. സാധാരണ ഒരു 8 മണിക്കൂർ മാത്രമാണ് ഞങ്ങളുടെ ജോലി ഉണ്ടാവാറുള്ളത്. അന്ന് കുറച്ച് ഓവർ ടൈമൊക്കെ കാരണം വൈകിട്ട് 6 മണി വരെ ഞങ്ങൾക്ക് ജോലി ചെയ്യേണ്ടി വന്നു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെ അത്രയും നേരം ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്. ഞങ്ങളൊരു 5-6 പേരുണ്ടായിരുന്നു. ഇവനായിരുന്നു ടീം ലീഡറായിട്ടുണ്ടായിരുന്നത്. ഒരു ടീം ലീഡർ എങ്ങനെയാവണം, മറ്റുള്ളവരുടെ എങ്ങനെയാണ് നമ്മൾ വർത്തിക്കേണ്ടത് എന്നൊക്കെ അന്ന് എനിക്ക് ഈ ഒരു മനുഷ്യൻ പറഞ്ഞു തന്നു. കണ്ടാൽ നമുക്കൊക്കെ പൊരുത്തപ്പെടാൻ കുറച്ച് പ്രയാസം തോന്നുമെങ്കിലും അടുത്തറിയുമ്പോൾ അറിയും അദ്ദേഹത്തിൻ്റെ മനസ്സ്. ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഞങ്ങൾക്കൊക്കെ ഭക്ഷണം വാങ്ങിത്തരാനായി അദ്ദേഹം ഒരു ഹോട്ടലിൽ കയറി. പാവം മനുഷ്യൻ കരുതിയത് ഞങ്ങളൊക്കെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഫുഡ് വാങ്ങിച്ച് കഴിക്കുമെന്നുള്ളതാണ്. ഞാൻ വിശപ്പ് അന്താളിച്ച് നിൽക്കുന്നത് കാരണം ഞാനൊരു മീൻ ബിരിയാണി വേണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. മുഖത്ത് വന്ന മാറ്റങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ഞാൻ നേരെ നോക്കിയത് സപ്ലയറെയാണ്. ഇത് കേട്ടിട്ട് ഡ്രൈവർ കൃഷ്ണേട്ടനും എനിക്ക് മീൻ ബിരിയാണി മതി എന്ന് പറഞ്ഞു. അത് കണ്ട ഫിലിപ്പൈനി വില്യൻ്റും അതേ ഒരു കാര്യം പറഞ്ഞു. പാവം, ഈ മനുഷ്യൻ്റെ പോക്കറ്റിൽ നിന്നാണ് പൈസ പോകുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. എന്തായാലും അത്യാവശ്യം നല്ലൊരു ബില്ലൊക്കെ ആയിട്ടാണ് അവിടുന്ന് പുറത്തിറങ്ങുന്നത്. ആ ബില്ല് അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഇത്രയും കാലം അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുമ്പോഴും ഒരവസരം കിട്ടുമ്പോൾ ആ മനുഷ്യനത് പറയാതെ ഒരു തമാശയാക്കിയിട്ട് അവതരിപ്പിക്കാതെ ആ ഒരു സദസ്സ് കടന്നു പോയിട്ടില്ല. എങ്ങനെയൊക്കെ ആയാലും പിരിഞ്ഞു പോകുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമമുണ്ട്. അതിപ്പോൾ കുറച്ച് കാലം കൂടെ ജോലി ചെയ്തിട്ടൊരു സുഹൃത്തിനെ പോലെ ജീവിച്ച് പിരിഞ്ഞു പോകുമ്പോൾ ആർക്കായാലും ഉണ്ടാകുന്നതാണ്. എന്തായാലും ഇനിയുള്ള കാലം കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിക്കാൻ പടച്ചവൻ തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.